ഹായ്, ഞാൻ ഡോക്ടർ ഷാമിലി, ഡെന്റൽ സർജൻ, മാർക്കറ്റ് ഡയഗ്നോസ്റ്റിക് ആൻഡ് പോളിക്ലിനിക്, തൃശ്ശൂർ. നമ്മുടെ താടിയെല്ലിനെ നമ്മുടെ സ്കള്ളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ ജോയിൻറ്റിനെയാണ് നമ്മൾ ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗത്ത് വരുന്ന പെയിനെയാണ് നമ്മൾ ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റ് പെയിൻ അല്ലെങ്കിൽ ടെമ്പറോ മാൻഡിബുലർ ഡിസോർഡർ എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു താടിയിലും സ്കള്ളുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നമുക്കൊരു ഡിസ്ക് സ്ട്രക്ചർ ഉണ്ട്. ആ ഒരു ഡിസ്ക് സ്ട്രക്ചർ കംപ്ലീറ്റ്ലി ഡീവേറ്റ് ചെയ്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്ലൊക്കേറ്റ് ആയി വരുമ്പോഴോ ആണ് നമുക്കൊരു ക്ലിക്കിംഗ് സൗണ്ട് അല്ലെങ്കിൽ പോപ്പിംഗ് സൗണ്ട് നമ്മുടെ ചെവിയിൽ നമുക്ക് കേട്ടുവരും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് തുടങ്ങുമ്പോഴാണ് നമുക്കൊരു ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റ് ഡിസോർഡർ വന്നു എന്ന് നമ്മൾ പറയപ്പെടുന്നത്. സോ മിക്ക പേഷ്യൻസും പറഞ്ഞു വരുന്ന ഒരു കൺസേൺ ആണ്, ലൈക്ക് അവർക്ക് വാ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും വേദന വരുന്നു, അല്ലെങ്കിൽ വാ തുറന്ന് പിടിക്കുമ്പോൾ പെട്ടെന്ന് അടയ്ക്കാൻ പറ്റുന്നില്ല, വാ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോൾ നമുക്കൊരു ചെവിയിൽ റിങ്ങിങ് സൗണ്ടോ അല്ലെങ്കിൽ ക്ലിക്കിംഗ് സൗണ്ട് അല്ലെങ്കിൽ പോപ്പിംഗ് സൗണ്ടായിട്ട് കേട്ട് വരുന്നു, അല്ലെങ്കിൽ ഇയർ പെയിൻ വരുന്നു, സ്ഥിരമായിട്ട് വിട്ടുമാറാത്ത ഇയർ പെയിൻ, ഹെഡ് ഏക്ക്, നെക്കിൻ്റെ സൈഡിലുള്ള പെയിൻ, ഷോൾഡർ പെയിൻ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിംറ്റംസ് വരികയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് അത് ഇയർ ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള ഒരു പെയിൻ അല്ല എന്ന് കണ്ടുവരികയാണെങ്കിൽ ഒബ്വിയസ്ലി അതൊരു ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റ് പെയിൻ ആയിട്ടാണ് നമുക്ക് സ്ഥിരീകരിക്കേണ്ടത്. സോ ഒബ്വിയസ്ലി നമുക്കൊരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് അത് എന്താണെന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ്ലി റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള നമുക്ക് ഡയറ്റ്, യൂഷ്വലി നമ്മൾ കഴിക്കുന്ന ഒരു ഹാർഡ് ഫുഡ് ഐറ്റംസ് ആയിരിക്കാം. എപ്പോഴും നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കണമെന്നില്ല. ഹാർഡ് ഫുഡ് ഐറ്റംസ് ഒരു സൈഡിൽ വെച്ച് മാത്രം ചവച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അത്തരം രീതിയിലുള്ള ആൾക്കാരിലും ഇതേപോലത്തെ ഒരു പെയിൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് മോറോവർ ഫുഡ് ഐറ്റംസിൽ ഇപ്പോൾ ബർഗേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഒരു നോർമൽ മൗത്ത് ഓപ്പണിനേക്കാളും വളരെ കൂടുതലായിട്ട് മൗത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളിപ്പോൾ കൂട്ടുവായിടുമ്പോഴോ യോൺ ചെയ്യുമ്പോഴോ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു പെയിൻ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ഓഫ് ആവുക. പിന്നീടാണ് അത് ഗ്രാജുവലി ഒരു പോപ്പിംഗ് സൗണ്ടായിട്ട് അല്ലെങ്കിൽ ക്ലിക്കിംഗ് സൗണ്ടായിട്ട് കണ്ടുവരുന്നത്. ആൻഡ് മോറോവർ ചില ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സ്ട്രെസ്സ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഓബ്വിയസ്ലി നൈറ്റ് ടൈമിൽ അൺകോൺഷ്യസ് ആയിട്ട് തന്നെ അവർ രണ്ട് പല്ലും കൂട്ടി അരയ്ക്കുന്ന ഒരു ഹാബിറ്റ് ഉള്ള ഒരു ആൾക്കാരായിരിക്കും. അതിനെ നമ്മൾ ബ്രക്സിസം എന്നാണ് പറയുന്നത്. സോ മോറോവർ അവർക്ക് ഭയങ്കരമായിട്ട് പല്ലിങ്ങനെ കടിച്ചു പിടിക്കുന്ന ഒരു ക്ലെൻജിങ് ഹാബിറ്റുള്ള ആൾക്കാരായിരിക്കും. സോ അത്രയും രീതിയിലുള്ള ഹാബിറ്റുള്ള ആൾക്കാരിലും ഇതേപോലെയുള്ള ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റ് ഡിസോർഡേഴ്സ് കണ്ടുവരുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഫേഷ്യൽ എക്സസൈസസ് ചെയ്യുക, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ബർഗേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹാർഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കി ഇത്തരം രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാം. ആൻഡ് പ്രോപ്പറായിട്ടുള്ള എക്സസൈസസ് വഴി നമുക്ക് മസിൽ റിലാക്സ് ചെയ്യാനുള്ള മെഡിക്കേഷൻസ് ഉപയോഗിച്ച് നമുക്കിത് റിസോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഓൾവേസ് കീപ് സ്മൈലിംഗ് and always make sure to use your smile to change this world and never let the world to change your smile. Thank you.